പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ക്യാൻസർ റിലേറ്റഡ് ആൾക്കാർക്കാണ് കെയർ ഗിവേഴ്സിനാണ് സപ്പോർട്ട് ആവശ്യമുള്ളത്. ഡിസീസ് സ്പെസിഫിക് ആയിട്ട് മേ ബി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചെറിയ മറവി രോഗമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ നടക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, തന്നെ ഒരുമാതിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഈ ഒരാളുടെ സൂപ്പർവിഷൻ മാത്രം ആവശ്യം, ഒരാളുടെ ഒരു മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്ന ആളായിരിക്കും. അയാളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ചിലപ്പോൾ ഇവർ പുതിയൊരു കെയർ ഗിവറുമായിട്ട് കോപ്പറേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ അഗ്രസീവ് ബിഹേവിയർ ഉണ്ട്. പുതിയൊരു പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാം, അജിറ്റേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കെയർ ഗിവറിലായിരിക്കും എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഓടുന്നത്. അത് ചിലപ്പോൾ ആൾക്കാർക്ക് ഈ പുറത്തൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് ചിലപ്പോൾ അത് മൊത്തത്തിൽ മനസ്സിലാവില്ല. അവർ നോക്കുമ്പോൾ ഇയാൾ പെർഫെക്റ്റ്ലി ഓക്കെ, എന്തുകൊണ്ടാണ് ഇവരിത്രയും ഫസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷനെ പറ്റി ഒരു എമ്പതി ഉണ്ടെങ്കിൽ ഇവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു അമ്മയാണ്, ഒരു 20-30 വയസ്സുള്ള ഒരു മോനുണ്ട്, അല്ലെങ്കിൽ മോളോ ഉണ്ട്. ആൻഡ് അവർക്ക് ഭയങ്കര സിവിയർ ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയാസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ മോളോ. അപ്പോൾ ഇവരെ കെയർ ചെയ്യുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് സൂപ്പർവിഷൻ അല്ല, അറ്റൻഷൻ വേണ്ടി വരും. എപ്പോഴും ഇതേപോലെ ഈ ഒരു മോളുടെ പുറകെ നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഈ കെയർ ഗിവറിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇവരുടെയും മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ഈ ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും മോശമായിട്ട് ബാധിക്കും. ആൻഡ് ഇവരുടെ ഈ രണ്ടുപേരുടെയും സോഷ്യൽ ലൈഫിനെ അത് ബാധിക്കും. അപ്പോൾ ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ളത് നല്ലതാണ്. കെയർ ഗിവേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ്ലി ചോദിക്കേണ്ടത് അവരുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് കെയർ ജസ്റ്റ് ആദ്യം ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അവർ ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ അവർ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, ഇപ്പോൾ പേഷ്യൻ്റെ അവസ്ഥ എന്താണ്, അവർ എത്രമാത്രം ഫിസിക്കലി ഇമോഷണലി സ്ട്രെനുവസ് ആണ്, അവരുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെൻ്റലി ചിലപ്പോൾ അവർ ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷനിലോ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോ ഒക്കെയാണ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇതുള്ള ഒരു ന്യൂസ് പറയുന്നെങ്കിൽ, ഇത് പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ അത് ഒറ്റയ്ക്കും കൂടെ ആണെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. അവരത് ആ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ഇമോഷണൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ മെൻ്റൽ സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഈ ഡയഗ്നോസിസ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളിൽ നിന്നും മറച്ചു വയ്ക്കാറുണ്ട്. ടെർമിനലി ഇല്ലായിട്ടുള്ളൊരു അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള വൈഫിനോടോ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനോടോ പറയാതെ വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നും മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. പേഷ്യൻറ്റിനോടും അവരുടെ അടുത്തുള്ള ആൾക്കും അറിയാൻ അവരുടെ അവകാശമാണ്. ദേ ഷുഡ് നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ ഓർ വാട്ട് ദേ വിൽ ബി ഗോയിങ് ത്രൂ. പെട്ടെന്ന് പുതിയൊരാൾ ബ്ലേർട്ട് ഔട്ട് ചെയ്യണം എന്നല്ല, പക്ഷേ അതിനൊരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കി പതുക്കെ ഇരുന്ന് സംസാരിച്ച് അത് സാവകാശം അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, ഡയലക്റ്റിൽ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്കലായിട്ടുള്ള വാക്കുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ കുറച്ച് വയസ്സുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കേൾവിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നും അപ്പോഴും ചോദിക്കുക. അവസാനം നമ്മൾ ഇറങ്ങാൻ പോകുമ്പോഴും ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ ഒരു കൺസൾട്ടേഷനിൽ അവസാനം നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുത്താൽ പോലും അത് അവസാനം ഒന്നും കൂടെ ഊന്നി പറഞ്ഞിട്ട് ഇതിൽ ഇനിയും എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും ഇനിയും പറയാനുണ്ടോ എന്ന് ചോദിക്കുക. ആൻഡ് തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും അവർക്ക് കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും, കാരണം ഇവരുടെ സ്കെഡ്യൂളൊക്കെ ഭയങ്കര ബിസാറായിരിക്കും. ഈ സമയം മുതൽ ഈ സമയം വരെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സമയത്ത് 6 PM to 8 PM വിളിച്ചാൽ മതി. അപ്പോൾ ഓഡ് ടൈംസിലുള്ള കോളും അവോയ്ഡ് ചെയ്യും. കംഫർട്ടബിളായിട്ട് പേഷ്യൻറ്റിനും കംഫർട്ടബിളായിരിക്കും, കെയർ ഗിവേഴ്സും ഓക്കെ ആയിരിക്കും.